ഇന്നലെ വാങ്ങിച്ച മീൻ ഞാനിപ്പോൾ വെട്ടിക്കഴിയെന്ന് പറഞ്ഞില്ലേ, ചാള വെട്ടി അത് 5-6 കൊടുത്തിട്ട് വറക്കാൻ വെച്ച്. പിന്നെ ചാള കറി വെക്കാനുള്ളത് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കൊഴുവ വെട്ടി ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രീസറിനകത്തേക്ക് വെക്കും. ഏത് കൊഴുവ അതിനിപ്പോൾ ഇന്നും നാളെയും എടുക്കില്ല, നാളത്തേക്ക് മീൻ കറി ഉണ്ടാവും. അപ്പോൾ അതിന് 3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ അത് ഫ്രീസറിനകത്ത് വെള്ളം ഒഴിച്ച് ഇരിക്കട്ടെ. അടുത്തത് മുട്ടക്കറി വെക്കാൻ പോകണം. ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. മുട്ടക്കറി അണ്ട വെക്കുന്നത്. ചട്ടി ചൂടായി സ്വല്പം കടുക് അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇത് അണ്ട അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനം പൊട്ടിക്കുമ്പോൾ നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വേപ്പില, പിന്നെ സവോള ഇത്ര സാധനം കൊടുക്കാം. അതൊന്ന് മൂക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികളിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, 2 മുട്ടയുടെ കറി വെക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി, ഒരു നുള്ള് മുളക് പൊടി, പിന്നെ പെരുംജീരകപ്പൊടി, മഞ്ഞൾ പൊടി, നമ്മുടെ കുരുമുളക് പൊടി, എല്ലാം കുറേശ്ശേ ഉള്ളേ. ഗരം മസാലപ്പൊടി ഇത്ര ഇടുക. ഇത്ര ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഒന്ന് മൊഴിയട്ടെ. ഇത് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൂത്ത മണം വരുന്നുണ്ട്. നമുക്ക് ഇത് പച്ചവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിച്ചാൽ അത്ര നല്ലത്. ഉപ്പ് കുറച്ചും കൂടി വേണം. നമുക്ക് ഈ മുട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. മുട്ട ഞാൻ വരഞ്ഞിട്ടുണ്ട്. ആ മുട്ട ഇട്ട് കൊടുക്കുക. മുട്ട ഞാൻ ഒന്ന് വറ്റട്ടെ. അപ്പോഴേക്കും കറിയായി. ഞാനിത് തിളക്കട്ടെ കേട്ടോ. ഇനി അപ്പം ചൂടാൻ പോകുന്നു. അപ്പത്തിൻ്റെ സ്റ്റേജ് കാണിച്ചു തരാം. അപ്പത്തിൻ്റെ മാവ് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാവിലെ 6:15 എപ്പോഴും ഞാനിത് ആട്ടി വെച്ചത്. അപ്പം മാവ് നല്ല അസലായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അത് അധികം ഇങ്ങനെ ഇളക്കരുത് കേട്ടോ. അതിൻ്റെ ബബിൾസ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പം ശരിയാവില്ല. ഇതിനകത്ത് ഇട്ടിരിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് പച്ചരി, പിന്നെ ഒരു 2 സ്പൂൺ തേങ്ങ, പഞ്ചസാര, ഈസ്റ്റ്, കുറച്ച് ചോറ്, ഇത്ര സാധനങ്ങൾ കൂട്ടി അരച്ച് ഞാനിപ്പോൾ രാവിലെ ഒരു 6-6:15 ആയപ്പോഴത്തേക്ക് ആട്ടി വെച്ച്. ഇപ്പോൾ ഇത് വേണ്ട പൊങ്ങി. ഇതിൻ്റെ മാവ് വേണ്ട. ഞാൻ അപ്പം ചൂടാൻ പോവാണേ. അപ്പം ചൂടാൻ തുടങ്ങാവേ. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് ഒഴിക്കുക. പതിയെ ഒന്ന് പരത്തിക്കൊള്ളും. പതിയെ ഒന്ന് പരത്തിയാൽ മതിയത്. അതവിടെ ഇരുന്ന് വേവട്ടെ. ഈ അപ്പം ഞാൻ മറിച്ചിടുന്നില്ല കേട്ടോ. ഇത് മൂടി വെച്ചിട്ട് വേവിക്കുന്നതാണ്. ഇവിടെ ആദ്യത്തെ ശരിയായി. ഇനി അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ വെള്ളയപ്പം പാലപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തരി പോലും നമ്മൾ സ്പൂണിട്ട് ഇളക്കരുത്. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നമ്മൾ ദോശമാവിനൊക്കെ എടുക്കുന്ന പോലെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഇങ്ങനെ ഇളക്കി എടുക്കരുത്. മുകളിൽ നിന്നുള്ള ഈ പത പോലെ ഉണ്ടാവില്ലേ, ഇത് മാത്രം ഇങ്ങനെ മുകളിൽ നിന്നെടുത്ത് ഒഴിക്കുക. അപ്പോൾ നല്ല സൂപ്പർ അപ്പമായിരിക്കും. അപ്പം എന്താ കണ്ട പൊങ്ങുന്ന കണ്ട, നല്ല ഓട്ട പോലെ വരുന്ന കണ്ട. ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പം ഇനി ഞാൻ ബാക്കി വന്ന മാവ് കൊണ്ടേ ഒരു വട്ടയപ്പം ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് കശുവണ്ടി, മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ, കുറച്ച് തേങ്ങ, കുറച്ചുകൂടി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു പാത്രത്തിനകത്ത് നെയ്യ് തടവി ഇത്രയും ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. കൂടുതൽ ഒഴിച്ച് ചിലപ്പോൾ പൊങ്ങിപ്പോകും. ബാക്കിയോടെ ഇരിക്കട്ടെ, ബാക്കി പിന്നെ ഉണ്ടാക്കാം. അപ്പോൾ അത് ഇത് വെച്ച് കൊടുത്ത് അത് മൂടി ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ.
ഇങ്ങനെ വൈകുന്നേരത്തേക്കായി. ഇതാണ് അപ്പത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്.